ചിന്നക്കനാലും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ എപ്പോഴും വാർത്തകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഒരു വീഡിയോ വഴി കാണാനിടയുണ്ടായി. അതായത് ഈ ചക്കക്കൊമ്പനെ കാട്ടിലേക്ക് തിരികെ അയക്കാൻ ശ്രമിച്ചിട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല, തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ വടം കെട്ടിയിട്ടുള്ളതായും മുള്ളുവേലികൾ കെട്ടിയിട്ടുള്ളതായും കാണുന്നു. അവിടെ അനധികൃത കുടിയേറ്റമല്ല, ഒരു സ്ഥലം എടുക്കുന്ന അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന പല രീതിയിലുള്ള സംഭവങ്ങൾ കാണുന്നു. ശരിക്കും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ചിന്നക്കനാലിൽ മാത്രമല്ല, വനാതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലെല്ലാം വന്യജീവി ശല്യം വളരെ രൂക്ഷമാണ്. ഇപ്പം നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരു 10-15 ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കട്ടാന ചവിട്ടിക്കൊന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഷിബു ബേബി ജോൺ അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞു, എൻ്റെ മാജിക് ഒന്നുമില്ല, കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഈ വനാതിർത്തിയിൽ ഈ സോളാർ വേലികളുണ്ട്, വൈദ്യുതി വേലികളുണ്ട്, കിടങ്ങുകളുണ്ട്. എനിക്കൊന്ന് പണ്ട് കെ സുധാകരൻ വനം വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കിടങ്ങുകൾ സ്ഥാപിച്ചത്. ഈ സോളാർ വേലിയൊന്നും എപ്പോഴും പ്രായോഗികമാകണം എന്നില്ല. കിടങ്ങുകളാണ് ഇതിന് ഏറ്റവും, അതായത് ആന പുലി പോലെയുള്ള മൃഗങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ കിടങ്ങുകൾ സ്ഥാപിക്കും. അപ്പോൾ അത് കിലോമീറ്ററുകൾ നീളത്തിൽ അത് വേണ്ടി വരും. ഇതിന് ഗുണങ്ങളുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ദോഷവശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം ചിന്നക്കനാലിലെ വിഷയം മാത്രം എടുത്താൽ, ചിന്നക്കനാലിലെ ആനകൾക്ക് ഇപ്പം നമ്മൾ കേട്ട് മറന്ന കാട്ടാനകളുടെ ഒരുപാട് പേരുകൾ നമ്മുടെ മുന്നിലുണ്ട്. പടയപ്പ, ഈ പറയപ്പെടുന്ന അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, PT7, അങ്ങനെ ഒരുപാട് ആനകളെ പറ്റി നമുക്കറിയാം. അതിൽ ഈ PT7 എന്നൊക്കെ പറയുന്നത് PT7, PT6, PT8 അങ്ങനെ പല പേരുകൾ സീരിയൽ നമ്പർ ഇട്ട് പോയതാണ്. എന്നാൽ ഈ ചില്ലിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും പടയപ്പയും അരിക്കൊമ്പനെയും ഒക്കെ അവിടുത്തെ ജനങ്ങൾ സ്നേഹത്തോടെ വിളിച്ച പേരുകളാണ്. ഈ അതിൽ തന്നെ ഏറ്റവും ജനപ്രിയയായ ആന അരിക്കൊമ്പനാണ്. അതിൻ്റെ പ്രിയങ്കരനാവാനുള്ള കാരണം അതിൻ്റെ ആകാരവടിവും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ട കഥകളും അവസാനം അതിന് വന്ന അവസ്ഥയും ഒക്കെ മലയാളികളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അരിക്കൊമ്പൻ എന്ന പേര് വരാൻ കാരണം രണ്ട് തരത്തിലാണ് ആ പേരുമായി ബന്ധപ്പെട്ട് കഥകൾ പ്രചരിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ കൊമ്പുകൾ, കുഞ്ഞുനാളിൽ കുട്ടിയായിരുന്ന അരിക്കൊമ്പൻ്റെ കൊമ്പുകൾ കണ്ടാൽ നല്ല ബസുമതി അരിയുടെ പോലെ തോന്നിക്കുമായിരുന്നുവെന്ന് അരിക്കൊമ്പനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സുരേന്ദ്രൻ ചേട്ടനൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ നമ്മളോട് തന്നെ നമ്മുടെയൊക്കെ ക്യാമറയുടെ മുന്നിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. റേഷൻ കടകളിൽ, വനാതിർത്തിയിലുള്ള റേഷൻ കടകളിലും പലചരക്ക് കടകളുടെയും ഭിത്തിയും ഷട്ടറും തുറന്ന് അരി മോഷ്ടിക്കുന്ന കുട്ടിക്കൊമ്പനെ അവിടുത്തെ ജനം അരിക്കൊമ്പനെന്ന് വിളിച്ചു എന്നൊരു കഥയുണ്ട്. ഈ അരി മോഷ്ടിച്ച് തിന്നുന്നത് അരിക്കൊമ്പൻ മാത്രമല്ല, എല്ലാ ആനകൾക്കും അരി ഇഷ്ടമാണ്. അരിയുടെ മണം പിടിച്ചു വന്ന് ഈ റേഷൻ കടയൊക്കെ തകർത്ത് അരി തിന്നുന്ന ആനകൾ വീണ്ടും അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷവും ചിന്നക്കനാലിൽ ഇത്തരത്തിൽ കടകൾ തകർത്തിട്ടുണ്ട്, അരി മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ചക്കക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം ഈ ആശനിഷ്ടം ചക്കയാണ്. ചക്ക വിളയുന്ന കാലത്ത് ചക്കക്കൊമ്പൻ നാട്ടിലിറങ്ങും, രാവിലെ നിന്ന് ചക്ക ഇട്ട് തിന്നിട്ട് അതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ജനങ്ങളുമായി ഭയങ്കരമായ അടുപ്പം സൂക്ഷിച്ചിരുന്നു. ചില്ലിക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം നെല്ലിയാമ്പതി കാടുകളിലാണ് ചില്ലിക്കൊമ്പൻ കണ്ടിരുന്നതെങ്കിൽ ചില്ലിക്കൊമ്പൻ മരണപ്പെട്ടു. കനാലിൽ ചില്ലിക്കൊമ്പൻ്റെ ജഡം കണ്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആനകൾക്കൊക്കെ പരസ്പരം പരിക്കേൽക്കുന്നത് പലപ്പോഴും ആനകൾ തമ്മിലുള്ള പോരാട്ടത്തിലാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ചിന്നക്കനാലിലെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. ചിന്നക്കനാലിൽ ഹെക്ടർ കണക്കിന് സ്ഥലം ഭൂമാഫിയ കയ്യേറി കൃഷി ചെയ്യുന്നു, ഏലവും തേയിലയും പോലെയുള്ള കൃഷി. ഈ ഇടങ്ങളിലേക്ക് ആനകൾ കടന്നു ചെല്ലുമ്പോൾ ഈ ആനത്താരികളിലാണ് ഈ കൃഷി ചെയ്യുന്നതും വീടുകൾ വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനകളെ തുരത്തുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്ന മാർഗങ്ങൾ സോഡാ കുപ്പികൾ വലിച്ചെറിയുക. സോഡാ കുപ്പിയുടെ വലിച്ചെറിയുമ്പോൾ പ്രയോജനം എന്താ? ഒരു കാലിക്കുപ്പി വലിച്ചെറിയുന്ന പോലെയല്ല. ഉള്ളിൽ ഹൈ പ്രഷറിൽ വാട്ടർ ബോഡിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടുള്ള ഈ കുപ്പികൾ ആനയുടെ ശരീരത്തിൽ ചെന്ന് അടിക്കുമ്പോൾ ഇത് ആ പ്രഷറിൽ ഇത് പൊട്ടുകയും ഈ കുപ്പിച്ചില്ലുകൾ ആനയുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യും. ബിയർ കുപ്പികൾ കത്തിച്ചെറിയുക, ടയറുകൾ മരങ്ങളുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ആന അടുത്ത് വരുമ്പോൾ ടയർ കത്തിച്ച് ആനയുടെ പുറത്തേക്ക് എറിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആനകൾക്ക് പരിക്കുകയും ആനകൾ അക്രമാസക്തമാവും. ആ ദേഷ്യത്തിൽ ആന ഓടിയിറങ്ങുന്നത് നാട്ടിലേക്കാണ്. നാട്ടിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തിടെ പുറത്ത് വന്ന വാർത്തയാണ് ഈ ചക്കക്കൊമ്പൻ. ഇപ്പോൾ ചക്ക സീസണായിരുന്നു.
ചക്കക്കൊമ്പൻ നാട്ടിൽ നിന്ന് കാട് കയറുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ തുരത്തും, പടക്കം പൊട്ടിച്ചും ഒക്കെ ആനയെ തുരത്തും. ആന കാടിൻ്റെ ഒരു പരിധി വരെ ബോർഡറിൽ വരെ ചെന്നിട്ട് ആന മടങ്ങി വരുന്ന കാഴ്ച. എന്താണ് ഇങ്ങനെ ഒരു സംഭവം? ആന എന്തുകൊണ്ടാണ് കാട് കയറാൻ തയ്യാറാകാത്തത് എന്ന ചിന്തയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് അടച്ച് പരിശോധിച്ചു. അപ്പോൾ അതിൽ വൈദ്യുതി വകുപ്പ് അക്വയർ ചെയ്തിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ജനങ്ങൾക്ക് കയറി ചെല്ലാനും ഒക്കെ പറ്റും. ആ സ്ഥലങ്ങൾക്കുമായി ബോർഡർ പങ്കിടുന്ന വനാതിർത്തിക്ക് ഇപ്പുറത്തേക്ക് കമ്പിപ്പാരകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഏലം കുഴിച്ചു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏലം കുഴിച്ചിട്ടു. ഇത് പതുക്കെ 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 ഏലക്കാടുകളായി മാറും. അവിടെ നിന്ന് ഈ ഭൂമാഫിയ വിളവെടുക്കുകയും അതിനോട് ചേർന്ന് കിടക്കുന്ന അവരുടെ വസ്തുവിനോട് ഈ വസ്തു കാലക്രമേണത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പട്ടയഭൂമി 1 ഏക്കറാണെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി 9 ഏക്കറും 10 ഏക്കറും ഒക്കെയാണ് പറയുന്നത്. ഇതെല്ലാം വനഭൂമിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ആനകൾ എപ്പോഴും ഈ കയ്യേറ്റ ഭൂമിയിലെയും അല്ലാത്തിടത്തേക്കുമൊക്കെ കൃഷിവിളകൾ നശിപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. ആനയെ തുരത്തുക എന്നത് അവിടുത്തെ കയ്യേറ്റ മാഫിയയുടെ ആവശ്യമാണ്. അതിൻ്റെ പരിണിതഫലം എന്താ? അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തള്ളപ്പെടുന്ന, പുറത്തു പോകേണ്ടി വരുന്ന ഈ കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും അവിടെ 50 സെൻറ്റിലും 40 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെ വീട് കെട്ടി താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുകയും ചെയ്യും. ആനയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിവൃത്തി കെട്ടുകൊണ്ട് ആനയ്ക്കത് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ചിന്നക്കനാലിൽ സംഭവിച്ചത് ആന മടങ്ങിപ്പോകാത്തത് എന്തുകൊണ്ട് എന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് വലിയ കമ്പി വടകൾ, അതായത് മിഷൻ കട്ടറുകൾ കൊണ്ടുപോലും കട്ട് ചെയ്ത് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ കമ്പി വടങ്ങൾ മരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 ഇഞ്ച് 3 ഇഞ്ചുള്ള യു ഷേപ്പിലുള്ള ആണികൾ കൊണ്ട് മരങ്ങളിലേക്ക് അടിച്ച് തറച്ചിരിക്കുകയാണ്. ആന നാട്ടിൽ നിന്ന് ദൂരത്തുമ്പോൾ കാട് വഴി ഓടി ഈ വടത്തിൻ്റെ അടുത്തെത്തുകയും ഈ വടം കടന്ന് ആനയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാതിരിക്കുകയും ആന തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്ത സാഹചര്യം അവിടെ നിലവിലുണ്ട്. നമുക്കറിയാം, മൂന്നാർ മേഖലയിലൊക്കെയുള്ള വലിയ കയ്യേറ്റങ്ങളുടെ കാഴ്ച ഈ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കുടിയൊഴിപ്പിക്കലുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വന്യമൃഗങ്ങളെ മാത്രം വില്ലന്മാരാക്കിക്കൊണ്ട് അവയെ കൊന്നൊടുക്കുകയും അവയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. വന്യമൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ കൃത്യമാക്കി അവിടെ തന്നെ അവർക്ക് ആഹാരവും ജലവും ലഭിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ ആനകൾ വനത്തിനുള്ളിൽ നിൽക്കുകയുള്ളൂ. ഈ അരിക്കൊമ്പനെ പിടിക്കുന്ന സമയത്ത് തന്നെ ഈ ചക്കക്കൊമ്പനെയും മുറിവാലിനെയും ഒക്കെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പോരാട്ടങ്ങൾ നടന്നിരുന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം തുടക്കത്തിൽ ഭൂമാഫിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഏറ്റവും പ്രശ്നക്കാരനാണ് എന്ന് കണക്കാക്കിയ അരിക്കൊമ്പനെയാണ് പിടിച്ചുകൊണ്ട് പോയത്. അരിക്കൊമ്പൻ ആളെ കൊല്ലിയാണെന്നും 9ഓളം ആളുകളെ കൊന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മരണ രജിസ്റ്ററിലെങ്ങും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാൾ പോലുമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ സ്വാഭാവികമായും ഭൂമാഫിയയ്ക്ക് ശല്യമായി നിന്ന ആനകളെ തുരത്താൻ അവർ അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി എന്നുള്ളതാണ്. പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നൊരു സർക്കാരാണ്. ബഹുമാനായ ഷിബു ബേബി ജോണാണ് വനം വകുപ്പ് മന്ത്രി. കൃത്യമായ ഭൂമി കൈയേറ്റങ്ങൾ കണ്ടെത്തി അവ വന്യമൃഗങ്ങൾക്ക് വിഹാര കേന്ദ്രമാകത്തക്ക തരത്തിലേക്ക് അവയെ തിരിച്ചുവിടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വനാതിർത്തി കടന്ന് ഈ മൃഗങ്ങളൊന്നും നാട്ടിലേക്ക് കയറാതിരിക്കാനുള്ള വലിയ കിടങ്ങുകളും സൗരോർജ വൈദ്യുത വേലികളുമായി പുതിയ സംവിധാനം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകൾ. അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ജനം മുഴുവൻ ഈ കാട്ടുമൃഗങ്ങൾക്കെതിരെ തിരിയുന്നു. ഇതിൻ്റെ യഥാർത്ഥ കാരണം ഈ ഭൂമാഫിയ കാണിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്ന് ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഭൂമി മനുഷ്യൻ്റെ മാത്രമല്ല, സർവ്വചരാചരങ്ങളുടേതുമാണ്. അവരുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം. അരിക്കൊമ്പൻ്റെയും ചക്കക്കൊമ്പൻ്റെയും മുറിവാലൻ്റെയും ഒക്കെയായി ഒരുപാട് കുട്ടിയാനകൾ ഈ കാടുകളിലൊക്കെ ഉണ്ട്. ഇവയെല്ലാം വളർന്നു വരും. കാടിനുള്ളിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ നാട്ടിലേക്ക് വരും. വീണ്ടും അത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും എന്താകും, ഭീഷണിയായി മാറും. ഈ സാഹചര്യം ഒരുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം കേരള സർക്കാരിൻ്റേതാണ്. ഭൂമാഫിയയുടെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിച്ച് വന്യമൃഗങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അവയൊരിക്കലും മനുഷ്യജീവന് ഭീഷണിയാകില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം.